വരിഞ്ഞു കെട്ടിന്നവളെ. തമ്പുരാന്റെ ആജ്ഞയ്ക്കൊപ്പം വായിൽ മുറുക്കിച്ചു വന്ന തുപ്പൽ കൂടി അവിടെയാകെ തെറിച്ചു വീണു. അടിയാത്തി പെണ്ണുങ്ങൾ മുലമിറക്കുകയോ? പറിച്ചു കീറിനടാ. ഒരു തുണ്ടു തുണിയില്ലാതെ കാണണം ഈ നാട്ടാരവളെ. ചെങ്കണ്ണി ഒരു ചരിത്രമാണ്. മാറുമറയ്ക്കാൻ വിധിയില്ലാതെ ഇരുന്ന ഒരു കൂട്ടം അടിയാത്തികൾക്കിടയിൽ ഒറ്റയ്ക്കൊരു സമരം നയിച്ചവൾ. ഒറ്റയ്ക്കൊരുനാൾ മാറുമറിച്ച് തുണി ചുറ്റി അവൾ പുറത്തിറങ്ങി. മൂഢത തലക്ക് പിടിച്ച തമ്പ്രാക്കൾ അവളെ നോക്കി മുരണ്ടു, കുരച്ചു. സന്ധ്യ മയങ്ങിയ നേരത്ത് കൂരയിൽ നിന്നും പിടിച്ചിറക്കി വലിച്ചിഴച്ച് അവളുടെ വസ്ത്രങ്ങൾ അവർ പറിച്ചെറിഞ്ഞു. അവളുടെ അപ്പനെയും അമ്മയെയും ഉള്ളിൽ കെട്ടിയിട്ട് അവർ ആ കൂരയ്ക്ക് തീ കൊളുത്തി. ഒറ്റയ്ക്ക് ഒരു കരിവേലകമുണ്ടായിരുന്നു അന്നാട്ടിൽ. വാനോളം ഉയർന്നു നിന്ന ആ കരിവേലകത്തിൽ അവർ അവളെ വരിഞ്ഞു കെട്ടി. കസേരയിൽ മലർന്നിരുന്ന് നാലും കൂട്ടി മുറുക്കി കച്ചേരി കാണുന്ന ലാഘവത്തിൽ തമ്പുരാൻ അവളെ നോക്കിയിരുന്നു. ഇടതും വലതുമായി അയാളുടെ 10ഉം 15ഉം വയസ്സുള്ള കുട്ടിത്തമ്പുരാക്കന്മാരെയും നിർത്തി. ചുറ്റും കത്തിയ തീപ്പന്തങ്ങളുടെ വെട്ടത്തിൽ അവളുടെ എണ്ണക്കറുപ്പുള്ള മേനി വെട്ടിത്തിളങ്ങി. ചിലർ അവളുടെ മുഖത്തു തുപ്പി, ചിലർ അവളുടെ ചെകുട്ടത്തടിച്ചു. ഒരു കൈകൊണ്ട് മലർന്നു കിടന്ന ചാരുകസേരയുടെ കാലിൽ താളം പിടിച്ച് മറുകൈകൊണ്ട് തന്റെ കുംഭവയർ ഉഴിഞ്ഞ് തമ്പ്രാൻ കാഴ്ച കണ്ടിരുന്നു. കണ്ടുമടങ്ങാൻ നേരം അയാൾ അവളുടെ അടുത്തേക്കൊന്നു പോയി. തമ്പ്രാട്ടി ചമഞ്ഞ് മതിയായോ നിനക്ക്? ഇല്ലെങ്കിൽ ഇതും കൂടി ആയിക്കൊള്ളൂ. ഇത്രയും പറഞ്ഞയാൾ കയ്യിൽ കരുതിയ മുറുക്കാൻ കൂട്ടം അവളുടെ വായിലേക്ക് തള്ളിവെച്ചു. അവശേഷിച്ച സർവശക്തിയും എടുത്തവൾ തമ്പ്രാന്റെ വിരൽ കടിച്ചു മുറിച്ചു. കത്തിക്കിനടാ ഇവളെ. പിന്നോട്ടാഞ്ഞ തമ്പ്രാൻ ആജ്ഞയിട്ടു. കത്തിത്തുടങ്ങും മുമ്പ് അയാൾ അവളെ ഒന്നുകൂടി നോക്കി. മാറുമറിച്ച് പുറത്തിറങ്ങി കലാപം നടത്തിയ പൂർണ്ണനഗ്നയായി കരിവേലകത്തിൽ വലിച്ചു ചുറ്റപ്പെട്ട, ചുറ്റിനും തീ ആളിപ്പടർന്നിരുന്ന അവളുടെ ചുണ്ടുകൾക്കിടയിൽ തമ്പുരാന്റെ ചൂണ്ടുവിരൽ അവൾ കടിച്ചു പിടിച്ചിരുന്നു. കോപത്തിൽ അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി. കാതടപ്പിക്കുന്ന അവളുടെ അലർച്ച കേട്ടുനിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അല്പം സമയത്തിൽ ഉടലാകെ തീപിടിച്ച അവൾ കെട്ടുപൊട്ടി കരിവേലകത്തിന്റെ ചോട്ടിൽ വീണു. കാലം കടന്നു. കരിവേലകം ഇലകൾ കൊഴിച്ചു. ഉണങ്ങി വരേണ്ട കരിവേലകം പക്ഷേ കടപുഴകാതെ നിവർന്നു നിന്നു. സ്ഥിരമിറങ്ങുന്ന ബസ് സ്റ്റോപ്പിൽ അന്നവൾ വന്നിറങ്ങുമ്പോൾ കൂട്ടിന് ആരുമുണ്ടായിരുന്നില്ല. രേഷ്മ PG വിദ്യാർത്ഥിനിയാണ്. ഫൈനൽ ഇയറിന്റെ പ്രൊജക്ട് വർക്കുകൾ ഒന്നിച്ചു തീർക്കാൻ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മടങ്ങി വരുന്ന വഴിയാണ്. ബസ് ഇറങ്ങിയാൽ ഉടൻ തന്റെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയാണ് സാധാരണ പതിവ്. അന്ന് പക്ഷേ അവൾ ചെന്ന് നോക്കുമ്പോൾ തന്റെ സ്കൂട്ടർ പഞ്ചറായിരുന്നു. 3 കിലോമീറ്ററിന് മുകളിൽ നടക്കണം വീട്ടിലേക്ക്. പരിചിതമായ വഴിയാണ്. അന്ന് ശേഖരിച്ച വിവരങ്ങൾ മൊബൈലിൽ പരതി വായിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. റാങ്കിൽ കുറഞ്ഞൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണക്കാരനായ അച്ഛൻ പക്ഷേ മകളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യമെല്ലാം അയാൾ അവൾക്കായി മാറ്റിവെച്ചു. നിങ്ങൾക്കിതെന്താ? ഉള്ളതെല്ലാം കൂട്ടിവെച്ചിട്ട് അവളെ കെട്ടിച്ചു വിടേണ്ടതിന് പകരം ഇപ്പോൾ അതെല്ലാം വെച്ച് അവളെ നാടുകടത്താൻ പോവാണോ? നാട്ടുകാർ എന്തു പറയും? 26 വയസ്സാകുന്നു. അമ്മ പരാതി പറയുന്നുണ്ടായിരുന്നു അന്നു രാവിലെയും. നീ ഇതെന്തറിഞ്ഞിട്ടാ? എനിക്കോ നിനക്കോ കിട്ടാത്തതൊക്കെ അവൾ നേടും. അവൾക്കതിന് കഴിവുണ്ട്, ആഗ്രഹവും. അവൾ പോയി ലോകം കണ്ടിട്ടടി. അവൾക്ക് നേരെ കണ്ണു ചിമ്മി ഊറിച്ചിരിച്ചുകൊണ്ട് അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത മറുപടിയാണ്. വീടെത്താൻ കുറച്ചുകൂടെ ദൂരമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. തൊട്ടുപിന്നിൽ അനക്കം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. രാജേഷേട്ടനാണ്. കവലയിൽ കട നടത്തുന്ന ആളാണ്. അയാളുടെ മകളെ ട്യൂഷൻ പഠിപ്പിക്കുന്നതാണ് താൻ. പിന്നിൽ 2 കൈയും കെട്ടി മോണ കാട്ടി വലിച്ചു ചിരിച്ച് അയാൾ അവളെ നോക്കി നിന്നു. എന്താ രാജേഷേട്ടാ? ചോദ്യം തീരുന്നതിന് മുന്നേ പിന്നിൽ കിട്ടിയ ഒരു കൈ അയാൾ ഉയർത്തി. കൈക്കുള്ളിൽ മുറുക്കെ പിടിച്ചിരുന്ന ഒരു ചുറ്റിക അവളുടെ താടിയിൽ തകർത്ത് പാഞ്ഞു. പാതി അടഞ്ഞ കണ്ണിൽ രക്തം തളം കെട്ടി. തലയിൽ തിങ്ങിയ മന്ദതയിലും ഇടയ്ക്ക് അവൾ എന്തൊക്കെയോ കാഴ്ചകൾ തിരിച്ചറിഞ്ഞു. അയാളുടെ ജീപ്പിന്റെ സീറ്റിൽ ചരിഞ്ഞു കിടന്ന് അവൾ മറുവശത്തെ ഒഴിഞ്ഞ സീറ്റ് കണ്ടു. കടയുടെ ഗോഡൌൺ. നിർദാക്ഷിണ്യം മുടിക്ക് പിടിച്ചു വലിച്ച് അയാൾ അവളെ ഗോഡൌണിലെ മുറിക്കുള്ളിൽ കയറ്റി. പാതിമയക്കത്തിൽ തന്നിലേക്ക് ചാഞ്ഞു വരുന്ന ആ മെലിഞ്ഞ രൂപത്തെ അവൾ കണ്ടു.
ഒരു ശബ്ദമെങ്കിലും പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൾ കൊതിച്ചു. ഹൃദയത്തിന്റെ താളം വല്ലാതെ കൂടുന്നതും ശരീരത്തിൽ അവിടെവിടെയായി ഇടയ്ക്കിടെ വല്ലാതെ നീളുന്നതും അവൾ എപ്പോഴൊക്കെയോ അറിയുന്നുണ്ടായിരുന്നു. അവൾക്ക് തന്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. പിന്നീട് അവൾ കണ്ടത് തന്റെ രക്തത്തിൽ മുങ്ങി നിവർന്ന് അടിമുടി ചുവന്ന അയാളെയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ അവൾക്കായിരുന്നില്ല. വെറുതീർത്ത മൃഗം അല്പം മാറി ഒരു ഇരുമ്പ് കസേരയിൽ ഒരു ബീഡിപ്പുക വലിച്ചെടുത്ത് തുപ്പുന്നത് അവൾ കണ്ടു. മുകളിലേക്ക് മലർന്ന് തളർന്നു കിടന്ന അവന്റെ മേലിൽ നിന്നും അവളുടെ ചോര അവിടമാകെ ഇറ്റുവീണു. വീണ്ടെടുത്ത ബോധത്തിൽ ഉടലാകെ അസഹനീയമായ വേദന അവളെ മൂടി. കണ്ണുകൾ മൂടിയ രക്തം അവളുടെ കാഴ്ച മറച്ചിരുന്നു. ചുവരാകെ കറപിടിച്ചിരുന്ന ആ മുറിയുടെ ഒരറ്റത്ത് എല്ലാത്തിനും സാക്ഷിയായി ഒരു 60 വോൾട്ട് ബൾബ് അരണ്ടു മങ്ങിത്തെളിഞ്ഞു. വീണ്ടും വീണ്ടും അയാളുടെ ചുറ്റിക അവളുടെ മേൽ പതിച്ചിരുന്നു. ദേഹമാകെ കടിച്ചു പറിച്ചിരുന്നു. മുടി വലിച്ചു പറിച്ചിരുന്നു. എങ്ങു നിന്നോ വന്നു ചേർന്ന അല്പം ബലത്തിൽ അവൾ ഏറെ ബന്ധപ്പെട്ട് കൂനിക്കൂടി എണീറ്റു. ഏന്തി വലിഞ്ഞ് പുറത്തെ ഇരുട്ടിലേക്ക് പൂർണ്ണ നഗ്നയായി മുടി മുതൽ പാദം വരെ ചോരയുടെ കടും ചുവപ്പുമായി എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങുന്നതിനു മുമ്പ് മുറിയുടെ ഒരു വശത്ത് തൂക്കിയിട്ട ഒരു കണ്ണാടി അവൾ കണ്ടു. രക്തം കെട്ടിയ കണ്ണിലൂടെ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ അവൾ തന്നെത്താൻ നോക്കി നിന്നു. പിന്നിലായി തളർന്നുറങ്ങുന്ന അവനെയും. വേദനയ്ക്കപ്പുറം അവന്റെ കിടപ്പ് നോക്കി അവൾ പുച്ഛിച്ച് ഒരു ചിരി ചിരിച്ചു. എന്തായടി കാര്യങ്ങൾ? ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി ഷർട്ട് ബട്ടൺ ഓരോന്നായി തിരക്കിട്ടൂരുന്നതിനിടയിൽ അയാൾ അവളോട് പരുക്കൻ രീതിയിൽ ചോദിച്ചു. നെഞ്ചിൽ ഒരു കടന്നൽ കൂടിളകിയതുപോലെ അവൾക്ക് തോന്നി. വിവാഹം കഴിഞ്ഞ് 3 വർഷമായി. സ്ത്രീധനം കുടിശ്ശികയുണ്ട്. ആഴ്ചയിൽ 2 വട്ടം ഡയാലിസിസ് ചെയ്യുന്ന അച്ഛൻ ഇനി എങ്ങനെ ആ കടം വീടാനാണ്? ഡി, നിന്നോടാണ് ചോദിച്ചത്. എന്തായി? എന്തു പറഞ്ഞു ആ തെണ്ടികൾ? ഏട്ടാ, അച്ഛനും അമ്മയുമാണ്. അങ്ങനെയൊന്നും പറയരുത്. ഓഹോ, 3 വർഷമായി വന്നു കയറിയിട്ട് ഇതുവരെ എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിനക്ക് പറ്റിയോ? ഇല്ലല്ലോ. പിന്നെ എനിക്ക് തരാനുള്ള കാശുമില്ല. എന്നിട്ടിപ്പോ നീ എന്നെ ഞാനെങ്ങനെ പറയണം എന്നുകൂടി പഠിപ്പിക്കുന്നോ? ഏട്ടാ, സ്ത്രീധനമല്ലേ? ഏട്ടൻ കടം കൊടുത്ത കാശൊന്നുമല്ലല്ലോ. അച്ഛന് വയ്യ, അതല്ലേ? അയാൾ ഊരിയെറിഞ്ഞ ഷർട്ട് കയ്യിൽ ഒതുക്കിപ്പിടിച്ച് അവൾ ചോദിച്ചു. തർക്കുത്തരം പറയുന്നോടി ചൂലേ. കഴുത്തിനു പിന്നിൽ പിടിച്ച് അയാൾ അവളുടെ തല ഭിത്തിയിൽ ആഞ്ഞിടിച്ചു. ക്യാഷ് എങ്ങനെ വാങ്ങണം എന്നെനിക്കറിയാം. നിലത്ത് വീണ് കിടന്ന അവളെ അയാൾ ചെകിട്ടത്തടിച്ചു. നടുവിന് ആഞ്ഞു ചവിട്ടി. ഈ സമയം പുറത്ത് വരാന്തയിൽ അയാളുടെ അമ്മ കണ്ടുകൊണ്ടിരുന്ന സീരിയലിൽ അമ്മ മകളോട് പറയുന്നുണ്ടായിരുന്നു, ഭർത്താവാണ്, സഹിക്കണം. കലിപുണ്ട അയാൾ ഭിത്തിയോട് ചേർത്ത് വെച്ച് അവളുടെ കഴുത്തു ഞെരിച്ചു. ഇപ്പൊ ഇറങ്ങിക്കോണം നീ. ഇനി ഞാൻ പറഞ്ഞ ക്യാഷ് എനിക്ക് കിട്ടിയിട്ട് മതി നീ എൻ്റെ ചിലവിൽ കഴിയുന്നത്. അവളുടെ നിലവിളികൾ ആരും കേട്ടില്ല. പിടിച്ചു വലിച്ച് അയാൾ അവളെ വീടിന് പുറത്തിറക്കി. ചെല്ലു നിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഇന്നാ നിന്റെ ഫോൺ വിളിക്ക്. എൻ്റെ ക്യാഷിൻ്റെ കാര്യം ഉറപ്പിച്ചിട്ടേ ഇനി ഒരു മച്ചിയെ ഞാൻ ചുമക്കുന്നുള്ളൂ. വീണുകിടന്ന അവൾക്ക് മുന്നിലേക്ക് അവളുടെ മൊബൈൽ വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ അലറി. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. കുനിഞ്ഞുകൂടി ആ മുറ്റത്തിരുന്ന അവൾ പെട്ടെന്നാണ് ഒരു ഞരക്കം കേട്ടത്. ഞരങ്ങി മൂളിയുള്ള ശ്വാസമാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ മെല്ലെ നടന്നു. ദേഹമാസകലം നുറുങ്ങുന്ന വേദനയിലും ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് അവൾ നീങ്ങി. പറമ്പിന്റെ അങ്ങേയറ്റത്ത് ആകാശമുട്ട ഉയർന്ന് ഉണങ്ങി വരണ്ട ഇലകൾ കിളിർക്കാത്ത ഒരു കരിവേലകം. അതിനു മുന്നിൽ എന്തോ ഒരനക്കം. കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്ന ഫോണിന്റെ ലൈറ്റ് മെല്ലെ കരിവേലകത്തിന് നേരെ ഉയർത്തുമ്പോൾ വല്ലാത്ത ഒരു വിറയിലുണ്ടായിരുന്നു അവൾക്ക്. അടിമുടി ചോരയിൽ കുളിച്ച നഗ്നയായ ഒരുവൾ അവൾക്ക് മുന്നിൽ നിവർന്നു നിന്നിരുന്നു. രക്തത്തിൽ പൊതിഞ്ഞിരുന്ന അവളുടെ പല്ലുകൾക്കിടയിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. പുറകിൽ കരിവേലകവും തൊട്ടുമുന്നിൽ രക്തത്തിൽ കുളിച്ച
ദേഹമാസകലം മുറിവുകളുള്ള ഒരുവളും അതിനു മുന്നിൽ വെട്ടം തെളിയിച്ച് ഫോൺ നീട്ടിപ്പിടിച്ച് അവളും നേർരേഖയിൽ നിന്നു. ശരീരം മുഴുവൻ തീ പടരുന്നത് പോലെ അവൾക്ക് തോന്നി. തലയിൽ ഒരു ചുറ്റിക ആഞ്ഞടിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. സ്ത്രീരൂപം പല്ലുകൾക്കിടയിൽ ഉണ്ടായിരുന്നത് അവളുടെ മുന്നിലേക്ക് തുപ്പി. അരണ്ട വെളിച്ചം അതിനു നേരെ അവൾ നീട്ടിപ്പിടിച്ചു. രക്തത്തിൽ കുളിച്ച ഒരു വിരൽ അവൾക്ക് മുന്നിൽ കിടന്നു. അവൾ കുനിഞ്ഞു. ആ വിരൽ തൻ്റെ കയ്യിലെടുത്തു. മുഖവും കണ്ണുകളും ചുവന്നു തുടിച്ചു. അഴിഞ്ഞുകിടന്ന മുടി അവൾ വാരിക്കെട്ടി. കയ്യിലെടുത്ത വിരൽ അവൾ മുറുക്കെ പിടിച്ചു. കറുത്തിരുണ്ട ഒരു മേഘത്താൽ ചന്ദ്രൻ മൂടപ്പെട്ടു. ഇരുളിനേക്കാൾ ഇരുണ്ട ഒരു ഇരുട്ട് അവിടമാകെ പടർന്നു. കരിവേലകം കണ്ണു തുറന്നു. തീ പോലെ ജ്വലിച്ച 6 കണ്ണുകൾ. പിന്നിൽ കരിവേലകം ഉയർന്നു നിന്നു.